ഇത് നമുക്കൊരു 1:30 കൊടുക്കാം. 1:30. പിന്നെ കിലോമീറ്റർ ഒന്നും പറയണ്ട അല്ലേ? ഇല്ല, ജനുവൽ എല്ലാം ജനുവൽ ഒന്നിനുള്ളിലുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. എങ്ങനെ ചെക്ക് ചെയ്തെടുക്കാം, നമ്മൾ ഗ്യാരണ്ടി പറയും. ഡാറ്റ്സൺ ആയതുകൊണ്ട് വിലയില്ലാണ്ട് അതുകൊണ്ടല്ല ഇപ്പൊ 4 ലക്ഷം 5 ലക്ഷത്തിന് വണ്ടിയായില്ലേ. നമുക്ക് 1:40 കൊടുക്കാം. 1:40. അപ്പുറം പോയിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ഫുൾ ടയറും കാറും സീറ്റും എല്ലാം പാവും. ഇത് നമുക്ക് 2:10 കൊടുക്കാം. 2:10 കൊടുക്കാം. 13 മോഡൽ. ഇത് നമുക്ക് 2:20 കൊടുക്കാം. 2:20. സിംഗിൾ ഓണർ VXI വണ്ടിയാണ്. 2:20 കൊടുക്കാം. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഗ്യാരണ്ടി കൊടുക്കാം. ഒരു കുഴപ്പമില്ല, ഒരു ദിവസം ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി. ശരി. 13 എന്താ വില? ഇത് നമുക്ക് 1:65 കൊടുക്കാം. 1:65. ഇവരുടെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സമയത്ത് ഓൾമോസ്റ്റ് ഫേസ്ബുക്കിൽ ഒരു 4.5 മില്യണോളം വ്യൂ വന്നിരുന്നു കേട്ടോ. ആ വീഡിയോയിൽ കാണിച്ച സകല വണ്ടികളും ഒരു മാസത്തിനുള്ളിൽ തന്നെ വിറ്റും പോയി. ഇതാ അടുത്ത ഒരു 25 വണ്ടിയുടെ പുതിയ സ്റ്റോക്കുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു 50,000 രൂപ മുതൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പൈസ ഉണ്ടായിക്കോണമെന്നില്ലല്ലോ. ഒരു കാർ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഒരു ചെറിയ പൈസയ്ക്ക് ഒരു കാർ എടുക്കാം. ചെറിയ പണിയൊക്കെ ചെയ്ത് കൊണ്ടുനടക്കുക. വേറെ കാര്യമായ മേജർ പ്രശ്നങ്ങളൊന്നുമുള്ള വണ്ടികൾ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ ത്രൂ ഒക്കെ അത്രയും വണ്ടികൾ ഇപ്പോൾ ഓൾറെഡി വിറ്റ് പോയിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ പുറമേ ഈ വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് കാണുന്നത് ഞാൻ പറയും. ഇപ്പോൾ ഇതിൽ സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും ഇല്ലെങ്കിൽ അത് പറയും. ബാക്കി വണ്ടീൻ്റെ കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക, ക്വാളിറ്റി ചെക്ക് ചെയ്യുക. പിന്നെ കുറച്ച് പഴയ മോഡൽ വണ്ടികളാണ്, തുരുമ്പും കരിമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് മാത്രം എടുക്കുക. നോ ഗ്യാരണ്ടി നോ വാറണ്ടി. അത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുള്ളൂ. കാരണം പഴയ വണ്ടികളാണ്, ഇതിനൊന്നും ആരും ഗ്യാരണ്ടി വാറണ്ടി തരില്ല. 50,000 രൂപേൻ്റെ വണ്ടിക്കൊന്നും വാറണ്ടി കൊടുക്കുന്ന സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ നോക്കിയെടുത്തോളൂ. ഒരുപാടെണ്ണം ഉണ്ട്, 25 എണ്ണം ഉണ്ട്. അതായത് നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിലാട്ടോ വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മൾ കാണിക്കാറുള്ള ഒരു ഷോറൂമാണ് ദിലൂസ് മോട്ടോഴ്സ്. ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പാണ്ടിക്കാടിൻ്റെയും മഞ്ചേരിൻ്റെ ഇടയ്ക്കാണ്. എക്സാക്ട് സ്ഥലം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ, എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോ. ഇക്കാ അപ്പോൾ എന്തായാലും ഇപ്രാവശ്യവും നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന കുറേ വണ്ടികളല്ലേ? ചെറുവണ്ടികളാണ് നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ചെറുവണ്ടികളല്ലേ? പിന്നെ ഒരു കാര്യം ടു ബി ഫ്രാങ്ക് ചോദിക്കട്ടെ, എല്ലാവരും ചോദിക്കുന്ന ഈ കമന്റിൽ വരുന്ന കാര്യമാണല്ലോ, ഇതിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? കണ്ടീഷൻ പറഞ്ഞാൽ പഴയ വണ്ടിക്കനുസരിച്ച് കുഴപ്പമൊന്നുമില്ല. ചെറിയ ഇതൊക്കെ ഉണ്ടാവുന്നില്ല, ബോണ്ടേല് മെയിൻ ഗ്ലാസ് അങ്ങനത്തെ റിപ്പേഴ്സൊക്കെ ഉണ്ടാവുന്നല്ലാതെ മേജർ ആയിട്ടില്ലാണ് നമ്മൾ പറയേണ്ടത്. അപ്പുറം പോയതാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ? പിന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി കുഴപ്പമൊന്നുമില്ല. വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വന്നെടുക്കുക അല്ലേ? അല്ല, എഞ്ചിനും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്, കണ്ടീഷൻ പറയും. അപ്പോൾ ആൾക്കാരെ കണ്ടീഷൻ എന്താണ്? ഫ്ലാറ്റിൽ ചെറിയ തുരുമ്പ് കാര്യങ്ങൾ, അത് മാറ്റ് വിരിച്ച വണ്ടികളാകുമ്പോൾ ചെറുതായിട്ടില്ലാത്ത വണ്ടികൾ ഉണ്ടാവില്ല. പഴയ വണ്ടികളല്ലേ വരിക. മാക്സിമം ചെക്ക് ചെയ്യുക, പേപ്പർ ചെക്ക് ക്ലിയർലി നമുക്ക് കൊടുക്കും. വണ്ടി എഞ്ചിനും കാര്യം കണ്ടീഷൻ പിന്നെ ചെക്ക് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ മേജർ പ്രശ്നങ്ങൾ ഫ്ലഡ് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ചെറിയ വണ്ടിക്കാകുമ്പോൾ ഫ്ലഡിന്റെ വിഷയമൊന്നും വരുന്നില്ല. അതെ. അപ്പോൾ എന്തായാലും നോയിക്കോളൂ. കുറേ അധികം അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം. മാക്സിമം വില കുറവിൽ. നിങ്ങൾ എക്സാക്ട് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കോ. നമ്മൾ മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട്, അതായത് മഞ്ചേരിയിൽ നിന്ന് 10 കിലോമീറ്റർ, പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന് പറയും. പാണ്ടിക്കാട് നിന്ന് 3 കിലോമീറ്റർ അത്രേ ഉള്ളൂ അല്ലേ? എക്സാക്ട് പാണ്ടിക്കാട് ആ ഹൈവേ തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നല്ല അടിപൊളി ഒരു മൻസ കാണിച്ചു തരാം. ടാറ്റ മൻസയാണ്. എല്ലാത്തിൻ്റെ ഒന്നും ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. പഴയ വണ്ടികളാണ്, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഓൾമോസ്റ്റ് ഈ മുഴുവൻ വണ്ടി ഇന്ന് ആഡ് ചെയ്യണം, അതുകൊണ്ടാണ്. ഏതാ മോഡൽ? ഇത് 2010 മോഡൽ, 11 രജിസ്ട്രേഷൻ. 10-11 അല്ലേ? 26 വരെ പേപ്പർ ഉണ്ട്. ബോഡി വൈസ് അത്യാവശ്യം ഫുള്ള് ഒരു റീപ്ലേസ് ഇല്ല, പറഞ്ഞു കൊടുക്കാം. ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ നല്ല സീറ്റ് കവറും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ ഒന്നും അല്ല. AC പവർ, 2 ഡോർ വിൻഡോ. ഈ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് പിന്നെ വലിയ കംപ്ലൈന്റ് നല്ല സ്മൂത്ത്, ഓടിക്കാൻ സ്മൂത്താ. ബോഡി റീപ്ലേസ് എന്ത് കിട്ടും? ഇത് 15-16. ഒരു 12 മുതൽ 15 വരെ. അത് കൂട്ടിയാൽ മതി. അതെ. വില നമുക്ക് 65 രൂപ കൊടുക്കാം. 65,000 രൂപ കൊടുക്കാം. AC ഉണ്ട്, പവർ സ്റ്റാരിംഗ് ഉണ്ട്, പവർ ഉണ്ട്, നല്ല വൃത്തിയില്ല. 10 മോഡൽ 11 രജിസ്റ്റർ, ഒറിജിനൽ മലപ്പുറം വണ്ടി, സെക്കൻഡ് ഓണർ. 26 പേപ്പർ വരിക. അടിപൊളി. നോക്കിക്കോട്ടെ, ഇതെന്തായാലും മോശമൊന്നുമില്ല. 65,000 രൂപയ്ക്ക് ഒന്നും തൂക്കി വിറ്റാൽ എനിക്ക് 40-45 രൂപ. കാരണം ടാറ്റയുടെ ഇരുമ്പല്ലേ അല്ലേ? നല്ല വണ്ടിയാ, റീപ്ലേസ് ഒന്നും ആയിട്ടില്ല. ഇനി ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2004 മോഡൽ ഡീസൽ, DI. 2004 ഡീസൽ, DI. AC പവർ സ്റ്റാരിംഗ് DI. അതായത് ഈ സെന്നിൽ ഡീസൽ വണ്ടികളൊക്കെ കുറവാണ്. അതെ. ഈ ഡീസൽ ആയതുകൊണ്ട് ചോദിക്കട്ടെ, സ്വാഭാവികമായും ഡീസലിന് കംപ്ലൈന്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്താ അവസ്ഥ? വണ്ടി നല്ല കണ്ടീഷനാണ്. ഇഞ്ചിൻ വർക്കിംഗ് സ്മൂത്താണ്. AC പവർ സ്റ്റാരിംഗ് വർക്കിംഗ് ആണ്. 24-29 വരെ പേപ്പർ ഉണ്ട്. 29 വരെ. അടിപൊളി കേട്ടോ. വണ്ടി എന്തായാലും കൊള്ളാം. നല്ല സീറ്റ് കവർ, പുതിയ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു 20 ഒക്കെ കിട്ടും മൈലേജ്? മൈലേജ് കിട്ടും, 20-22 വരെ കിട്ടും. AC ഉണ്ടോ ഇതിന്? AC പവർ സ്റ്റാരിംഗ് ഉണ്ട് അല്ലേ? നല്ല ടയറും കാര്യങ്ങളും സീറ്റ് കവറും എല്ലാം വണ്ടി ക്വാളിറ്റി ഉണ്ട്. അതെ. അതായത് എടുത്ത് ഉപയോഗിക്കാൻ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചില്ലറ തട്ടുമുട്ട് പണിയൊക്കെ എടുത്താൽ കൊണ്ടുനടക്കുക അല്ലേ? കുഴപ്പമൊന്നുമില്ല. വണ്ടി കണ്ടീഷനാണ്. പേപ്പർ 5 വർഷം പേപ്പർ ഉണ്ട്. അതെ. വിലയോ? ഇത് നമുക്ക് 65 രൂപ കൊടുക്കാം. 65,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി. അതിന് കുറച്ച് വയ്ക്കണേ, 60 രൂപ ഇതും കൊടുക്കാം. അതെ. ഇപ്പോൾ 30 പേപ്പറൊക്കെ എടുത്താൽ ഫുള്ളായിരിക്കും. അതെ അല്ലേ?
വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രൈസുകളെല്ലാം ഫൈനൽ പ്രൈസ് അത് ലാസ്റ്റ് പ്രൈസ് പറഞ്ഞു കൂട്ടുകുറെ ക്വാണ്ടിറ്റി നമുക്ക് കാര്യമല്ലോ. ഫൈനൽ പ്രൈസ് പറയാം. അതായത് ഒരു രൂപ പോലും നെഗോസിയേഷൻ ഉണ്ടാവില്ല. എന്തെങ്കിലും എണ്ണക്കാരൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. വീഡിയോ കണ്ടു വരുന്നവർക്ക് മാത്രം കൊടുത്തായി. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും 65,000 രൂപയ്ക്ക് ഡീസൽ വണ്ടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു അൾട്ടോ ഉണ്ടല്ലോ, ഇത് 2008 മോഡൽ LXi. 8 മോഡൽ LXi അല്ലേ? 8 മോഡൽ ആയതുകൊണ്ട് പേപ്പർ 29 വരെ ഉണ്ട്. ഓവറോൾ മോശമൊന്നുമില്ല കേട്ടോ, വണ്ടി വൃത്തിയുണ്ട്. ഞാൻ പറഞ്ഞു എൻജിൻ പരമായിട്ട് നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പുറമേ നിന്ന് കാണുമ്പോൾ തട്ടുമുട്ടോ ഒന്നും കാണുന്നില്ല അല്ലേ? എഞ്ചിന് AC പവർ സ്റ്റാറിംഗ് 4 ഡോർ പവർ വിൻഡ് ചെയ്തിട്ടുണ്ട്. ഓ 4 ഡോർ ഉണ്ട് അല്ലേ? 4 ഡോർ ചെയ്തിട്ടുണ്ട്. അടിപൊളി. പിന്നെ വേറൊരു കേസ് കൂടി പറഞ്ഞുതരാം. ഒരു വണ്ടിന്റെ കിലോമീറ്റർ ഞാൻ പറയുന്നില്ല, കാരണം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഒന്നിനും ഹിസ്റ്ററി പ്രത്യേകം പറയും. അതെ, പഴയ വണ്ടികളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 8 മോഡൽ വണ്ടിക്ക് എന്താ വില? ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85. അത് പുതിയ പേപ്പർ 29 പേപ്പർ ഉണ്ട്. 4 ഡോർ വിൻഡോ ചെയ്തിട്ടുണ്ട്. ഒക്കെ വർക്കിംഗ് ഒക്കെ ഉണ്ട്. എല്ലാം ക്ലിയറാ. പോകാൻ മോശമൊന്നുമില്ല. 85,000 രൂപ. റോഡ് മാസ്റ്ററിന്റെ ആൾക്കാരാന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കണം നിങ്ങൾ. അതുപോലെ തന്നെ റിച്ച് ആണെങ്കിലൊക്കെ ഇത് 2010 മോഡൽ 11 രജിസ്റ്റർ 10-11 LDI വീഡിയോക്ക് മാറ്റിയാണ്. ഓ ഡീസൽ അല്ലേ? ഡീസൽ മോശമല്ലല്ലോ, നല്ല വൃത്തിയുണ്ടല്ലോ. നല്ല വൃത്തി കാലൊക്കെ ഉണ്ട്. പുതിയ സീറ്റ് അവർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട്. ഒരു 1.5 അടുത്ത് ഓടിയിട്ടുണ്ടാവില്ല എന്തായാലും. 1.25 കാണിക്കണല്ലേ? ഹിസ്റ്ററി ഒന്നുമില്ലല്ലോ. സെക്കൻഡ് ഓണർ തേർഡ് പോയിട്ടുള്ളൂ. അതെ അല്ലേ? ഹിസ്റ്ററി ഒന്നും കിട്ടൂല, അതുകൊണ്ട് ഹിസ്റ്ററി ഒന്നും കിട്ടുന്നില്ല. മേജർ കുഴപ്പങ്ങളൊന്നുമില്ല. 2 ഡോർ പവർ വിൻഡോ ഉണ്ടല്ലേ? 2 ഡോർ പവർ വിൻഡോ ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡീസലാണ്, മൈലേജ് കിട്ടും. ഈ ചെറിയ കച്ചവട പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. വണ്ടിയല്ലേ? അതെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് വണ്ടിയും കൂടിയാണ്. നമ്മൾ 53 തന്നെ വണ്ടിയൊക്കെ ഇവിടെ തന്നെ സെക്കൻഡിൽ കടുപ്പ് മാറിയിട്ടുള്ളൂ. അതെ അല്ലേ? പിന്നെ ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1,70,000 രൂപ കൊടുക്കാം. 1,70,000 കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. 2010 മോഡൽ 11 റൈസറുണ്ട്. 26 പേപ്പറുണ്ട്. ഓക്കെ, എന്തായാലും മോശമൊന്നുമില്ല കേട്ടോ. ഇല്ല, വണ്ടി കണ്ടിഷാ, ചെറിയ പാർട്ടിക്ക് ഉപയോഗിക്കാൻ കണ്ടിച്ചാണ്. അതെ അതെ അതെ, വൃത്തിയുണ്ട്. ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ഇടയിലാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു അൾട്ടോ ഉണ്ട് അല്ലേ? ഇതേതാ മോഡൽ? ഇത് 2016 മോഡൽ. 16 ആണ്. സിംഗിൾ ഓണറാണ്. 81,000 കിലോമീറ്റർ ഓടിയതാണ്. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? അതൊക്കെ ജെനുവിൻ. വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് VXi അല്ലേ? ഇത് VXi വണ്ടിയാണ്. ഒന്നും മേജറായിട്ട് മാറ്റൊന്നുമില്ല. അപ്രോണ് മെയിൻ ഗ്ലാസ് ബോണ്ടൊന്നും മാറിയിട്ടില്ല. കമ്പനി വന്ന ഐറ്റംസ് തന്നെ ഉണ്ട്. മോശമൊന്നുമില്ല. വണ്ടി വൃത്തി തന്നെ, ഫുൾ വൃത്തി തന്നെയാണ്. അതെ അതെ അതെ. ഈ 16 അൾട്ടോ നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? ഇത് നമുക്ക് 2,20,000 കൊടുക്കാം. 2,20. സിംഗിൾ ഓണർ VXi വണ്ടിയാണ്. 2,20,000 കൊടുക്കാം അല്ലേ? അതിന്റെ ക്വാളിറ്റി ഉണ്ട് വണ്ടി. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അത് ചെക്ക് ചെയ്യാൻ ഫുൾ ഗ്യാരണ്ടി. അതെ അതെ, നമുക്ക് ഷോറൂമിലേക്ക് എവിടെ നെൽബൂർ വണ്ടിയാണ്. അതെ അതെ. ഇനി ഇത് ഇയോൺ ആണെങ്കിലോ? ഇയോൺ ആണെങ്കിൽ 2013 മോഡല്. 13 മാഗ്ന പ്ലസ്. 13 ഓപ്ഷൻ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ ആണ്. ഒരു റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാം. ഓട്ടം 60,000 കിലോമീറ്റർ. 60 ഓടിയിട്ടുണ്ട്. കറക്റ്റ് ആണ്. അതെ അല്ലേ? 13 60 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അറ്റം ലോ കിലോമീറ്റർ അല്ലേ? അതെ, സിംഗിൾ ഓണർ ആണ്. വണ്ടി ഫുള്ളും ആണ്. AC പവർ, വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം ഫുൾ ടയറും കാര്യം ബോഡിയൊക്കെ ക്വാളിറ്റി. കമ്പനി വന്ന മ്യൂസിക് സിസ്റ്റം എല്ലാം മാഗ്ന പ്ലസിൽ ഫുൾ ഓപ്ഷൻ ഇല്ല. ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഒന്നും മാറിയില്ല. അത് ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് മാറിയിട്ടില്ല. അടിപൊളി. അത് ചെക്ക് ചെയ്തെടുത്താൽ മതി. കിലോമീറ്റർ ജെനുവാണ്, സിംഗിൾ ഓണർ ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഗ്യാരണ്ടി കൊടുക്കാം. ഒരു കുഴപ്പമില്ല, ഒരു ദിവസം ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി. 13 എന്താ വില? ഇത് നമുക്ക് 1,65 കൊടുക്കാം. 1,65 വണ്ടി ക്വാളിറ്റി. ഇത് കിലോമീറ്റർ 60 ഓടിയിട്ടുണ്ടെങ്കിൽ നല്ല ലാഭം. നല്ല ലാഭം. ഒന്നും ആയിട്ടില്ല, ഒരു റീപ്ലേസ്മെന്റ് കൂടി. അതെ, നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. എനിക്ക് സിംഗിൾ ഓണർ. അത് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. 53 സിംഗിൾ ഓണർ. ക്വാളിറ്റി ഉണ്ട്. അതെ അതെ അതെ, നോക്കിക്കോട്ടോ. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു അൾട്ടോയും കൂടെ ഉണ്ടല്ലോ. ഇത് 2012 LXi. 12 LXi അല്ലേ? 12 വണ്ടി അത്യാവശ്യം, അതായത് ഈ ഷേപ്പിലെ ഫസ്റ്റ് വണ്ടി. അൾട്ടോണ്ട് ഫസ്റ്റ്. ഇന്റീരിയർ മോശമൊന്നുമില്ല. ഒന്നുമില്ല, വണ്ടി വൃത്തിയും കാലൊക്കെ അതുകൊണ്ട് മെയിൻ ക്ലാസും കാര്യമൊന്നും മാറിയിട്ടില്ല അല്ലേ? അതൊക്കെ അതിന്റെ വിലക്ക് നമുക്ക് കൊടുക്കാം. അതൊക്കെ ചെറിയ പാർട്ടിക്ക് ഉപയോഗിക്കാം സാറാ. വണ്ടി എന്ത് വിലക്ക് കൊടുക്കും? ഇത് നമുക്ക് 1,55 കൊടുക്കാം. 1,55. 65 ചോദിക്കണം, 55 കൊടുക്കാം. ഫുൾ ലോൺ കിട്ടൂലേ? ലോൺ മലപ്പുറക്കാർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അല്ല, ഇതിന് 12 വണ്ടിക്കൊക്കെ കൊടുക്കുമല്ലോ, സുഖമായിട്ട് കിട്ടൂലേ? കിട്ടി, ഓൺ കിട്ടും. 1,52,000. 55 ഫൈനൽ പ്രൈസ് ആണ്. 12 മോഡലാണ്. എവിടുന്നും കിട്ടില്ല. 1 കുറച്ച് എവിടുന്നും കിട്ടില്ല. പക്ഷേ 55 നമുക്ക് കൊടുക്കാം. ഫുൾ ടയർ, 4 ടയറും പുതിയുണ്ട്. വേറെ കാര്യം ചോട്ടെ, വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. മേജറായിട്ട് ബോണ്ട് മാറിയിട്ടില്ല. അപ്പുറം വർക്ക് എടുത്തുള്ള മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. ഗ്യാരണ്ടി ഒന്നുമില്ല അല്ലേ? അടിപൊളി. അപ്പം എന്തായാലും നോക്കിക്കോളൂ. 1,55 ജീപ്പ് ആണെങ്കിലോ? ജീപ്പ് 2000 മോഡലാണ്. MDI 2000 മോഡൽ. 27 വരെ പേപ്പർ. 5 ഗിയർ വരും. 5 ഗിയർ വരും. അടിപൊളി. ഇത് അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ, നല്ല വൃത്തിയില്ല. 2000 മോഡൽ 27 പേപ്പർ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തുരുമ്പൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. കൊള്ളാട്ടോ, വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ 27 വരെ പേപ്പർ ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ആണ്. വിലയോ? ഇത് നമുക്ക് 2,10 കൊടുക്കാം. 2,10. 2000 മോഡൽ. 2000 മോഡൽ MDI. സാധാ 94 1,50 മാർക്കറ്റ് ഇപ്പൊ ഉണ്ട്. 2,10 നമുക്ക് കൊടുക്കാം.
അതെന്തുകൊണ്ടാ 210 വന്നേ? MDA കൊണ്ടാണ് മോഡൽ കൂടി 2000 മോഡൽ കയറി അതെ അതെ 5 ഗിയർ വരിക, ഇഞ്ചൻ വ്യത്യാസം വരും. അതെ അതെ. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ജീപ്പിനൊക്കെ ഇപ്പോൾ പറയുന്നതാണ് വില. ജീപ്പിനൊന്നും ഒരു പെർമിറ്റ്സ് ഇല്ല, അത് ആരെങ്കിലും കൊണ്ടുപോയിക്കോളൂ. അതെ അതെ, ജീപ്പ് പോകും. ക്വാളിറ്റി ഉണ്ടേ പോയിക്കോളൂ. ക്വാളിറ്റി ഉണ്ട് ജീപ്പിനുണ്ട്. അതെ 220 അല്ലേ? 220 2000 മോഡൽ. അതുപോലെ തന്നെ പോളിസ് ആണെങ്കിലോ ഇത് തവേര ടവേര 2009 മോഡൽ. 2009 ടവേര അല്ലേ? നല്ല വൃത്തിയുണ്ട് അല്ലേ? അത്യാവശ്യം വൃത്തിയും കാലൊക്കെ ഉണ്ട്. എന്തെങ്കിലും മേജർ പ്രശ്നങ്ങളുണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അപ്പൊ റിനീവൽ കുഴപ്പം മാറിയതാണ്. പിന്നെ എന്തായാലും ഒന്നിന്റെ 1.5 കോടി ഉണ്ടാവും. ഇല്ല 2.5 ആയിട്ടുണ്ട്. 2.5 അല്ലേ? 2.5 കറക്റ്റ് ഓട്ടത്തിന്. അതെ അല്ലേ? പിന്നെ ഇതിന്റെ പാർട്സ് ഒക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ? തവേര പാർട്സ് എല്ലാം കിട്ടുന്നുണ്ടല്ലേ? ഒരു ഇതില്ല, ടവേർക്ക് വിഷയമില്ല. നിയോറ്റ് ഇഞ്ചൻ വരുന്നതാണ്. ഒരു 15 കിലോമീറ്റർ ഒക്കെ മൈലേജ് 15, 16, 17 കിട്ടും. അതെ അതെ. നിയോറ്റ് ആയതുകൊണ്ട്. പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 2029 പേപ്പർ എടുത്ത വണ്ടിയാണ് ഇപ്പോൾ. ഇത് നമുക്ക് 1.75 ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് വരെ കേട്ടോ. 1.95 ഒന്നും കിട്ടില്ല. ടാക്സി ആക്കാൻ പറ്റുമോ? ടാക്സി ആക്കാം, 7 സീറ്റ് ആണ്. ഓക്കെ. അപ്പൊ ടാക്സി ഉപയോഗത്തിനൊക്കെ വേണമെങ്കിൽ ചെറിയ പൈസക്ക് ഇപ്പൊ ഒരു 1 ലക്ഷം റുപ്യ ലോൺ കയറുമോ? കിട്ടാൻ പാടായിരിക്കും. ലോണ് 2009 ബാങ്ക് കിട്ടില്ല, സർട്ടിഫിക്കൻസ് കിട്ടും. അതെ അതെ. ശ്രീരാമൻ കിട്ടാൻ സാധ്യതയില്ല. ശ്രീരാം കിട്ടാൻ സാധ്യത. ഇപ്പൊ ഒരു ടവേര കൂടി ഉണ്ടല്ലോ, ഇതാണെങ്കിലോ? ഇത് 2007 മോഡൽ 8 റൈസർ, 7 മോഡൽ 8 വണ്ടി, 28 വരെ പേപ്പർ, AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ. ആവറേജ് കണ്ടീഷൻ ആവറേജ് കണ്ടീഷൻ പറഞ്ഞാൽ മതി. അതെ. അതിൽ വിലക്ക് കൊടുക്കുന്നത് എത്ര കൊടുക്കും? ഇത് നമുക്ക് 1.35 കൊടുക്കാം. 2006 വണ്ടിന്റെ വിലക്ക് കൊടുക്കാം നമുക്ക്. അതെ അതെ അതെ. അത് വേറെ കേസ് ഉണ്ട്. പേപ്പർ പക്ക എടുത്താണ്. ഓക്കെ. ഞാനേ ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് 10 മിനിറ്റോളായി. വേഗം പറഞ്ഞു വന്നാലേ മൊത്തം കാണിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഇത് അടിപൊളി അൾട്ടോ കിടക്കണ്ടല്ലോ. ഇത് 2009 മോഡൽ LXi. ഇത് പെയിന്റ് അടിച്ചാ ഫുള്ള്? അല്ലത് പോളിഷ് ചെയ്തപ്പോ. തിങ്കളാഴ്ച റിനീവൽ പോവാല. ഓക്കെ. വെറുതെ അല്ല, റിനീവൽ തിങ്കളാഴ്ച പോകും. നല്ല കണ്ടീഷൻ. അത് പെയിന്റിങ് അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല. നല്ല കണ്ടീഷൻ വണ്ടി. കണ്ടാൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്ലാസ് മാറിയിട്ടില്ല. എഞ്ചിൻ പൈസ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാവുള്ളൂ. എഞ്ചിൻ കണ്ടീഷൻ വർഷം കൊടുക്കാം. ഇതിപ്പോ വിലയോ? ഇത് നമുക്ക് റിനീവലൊക്കെ ഫുള്ള് പേപ്പറിൽ 1.10 കൊടുക്കാം. 2009 LXi. പുതിയ ടാക്സ്, പുതിയ ഇൻഷുർ, പുതിയ റിനീവൽ. അത് കുറയില്ല. ഫുള്ള് പോയിന്റ് കൊടുക്കാൻ ഫുൾ പേപ്പറിൽ. ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ വണ്ടി പോലെ കൊണ്ടുപോവാ. വണ്ടി ഫുൾ കണ്ടീഷൻ. നല്ല വൃത്തിയുണ്ട്. വണ്ടിയാണ്, സെക്കൻഡ് ഓണർ ആണ്. നോക്കിയേ, നല്ല വൃത്തിയില്ലേ? അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സുമോ അല്ലേ? അതായത് പുറമേ നിന്ന് നോക്കുമ്പോ എവിടെയും എന്താ പറയാ, തട്ടോ മുട്ടോ സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും കാണുന്നില്ല. ഇത് മോഡൽ ഏതാ? ഇത് 2003 മോഡലാണ്. 3 ആണല്ലേ? പവർ സ്റ്റിയറിംഗ് വരുന്നത്. പിന്നെ ഇതൊക്കെ ശരിക്കും ഞാൻ കാണിച്ചു, ഇതൊക്കെ എടുത്താൽ പണിയാവോ? ഇല്ല, സൂമൊക്കെ അങ്ങനെ പണിയില്ല. അതൊക്കെ ചെറിയ ആവശ്യമൊക്കെ ചെറിയ പാർട്ടികളൊക്കെ ഉപയോഗിക്കാൻ കൊണ്ടൊക്കെ ഇപ്പോ. ഇപ്പോഴും പക്കയാണോ റണ്ണിംഗ് ഒക്കെ? ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഓടിക്കാൻ പക്കയാണ്. 29 വരെ പേപ്പർ ഉണ്ട്. അതെ അല്ലേ? പുതിയ ടാക്സ്, പുതിയ ഇൻഷുർ, പുതിയ റിനീവൽ. ഇതിന്റെ വില കേട്ടെ, എന്നിട്ട് ഞാൻ വേറൊരു കാര്യം പറയാം. ഇത് നമുക്ക് ഫുൾ പുതിയ പേപ്പർ, റിനീവൽ എടുത്തു, ഇനി പുതിയ ടാക്സ്, പുതിയ ഇൻഷുർ ഒക്കെ ക്ലിയർല് 85 രൂപ കൊടുക്കാം. കൊടുത്താൽ 60 ഉറപ്പിട്ടും. അത്രേ ഉള്ളൂ. 4 ടയറും കടുപുത്തനാ. അതെ അല്ലേ? ഫുൾ ടയറും ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ആ കണ്ടീഷനിൽ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതാണെങ്കിലോ? ഇത് 2007 മോഡൽ MPFI ഇഞ്ചൻ വരുന്ന വണ്ടി. 7 മോഡൽ MPFI. AC ഉണ്ട്, ചെറിയ എന്താ കംപ്ലൈന്റ്, ഗ്യാസ് എന്താ കംപ്ലൈന്റ് ചെറുതുണ്ട്. വിലയോ? ചെറിയ വില കൊടുക്കാം. 50 രൂപ കൊടുക്കാം. 50 രൂപയ്ക്ക് 7 വണ്ടി. 2007 മോഡൽ MPFI ഇഞ്ചൻ വരുന്ന വണ്ടി. വേറെ കേസിന്റെ പേപ്പർ വക്കല്ലേ? 27 വരെ പേപ്പർ. അടിപൊളി. റോഡിൽ ഓടിക്കാൻ ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അത് കൊണ്ടുപോകാം. ഓടുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി. കണ്ടീഷൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ, കാര്യങ്ങൾ നമ്മൾ വമ്പൻ കണ്ടീഷൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേട്ട് വരുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഫുൾ കണ്ടീഷൻ പറഞ്ഞോളി. ഇത് പറയാം അല്ലേ? ഓക്കെ. ഇത് മോഡലോ? ഇത് 2003 മോഡൽ സാൻഡ്രോ സിംഗ് 3 ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതിന്റെ പുറമെ 4 ടയറും കടുപുത്തം. പുത്തൻ ടയർ ഉണ്ട് അല്ലേ? പുത്തൻ ടയറിന്. വിലയോ? വില നമുക്ക് 67 ഉറുപ്പിക കൊടുക്കാം. 67. പുതിയ ഇൻഷുറൻസ്, 28 വരെ പേപ്പർ, 28 വരെ പേപ്പർ, AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈഫർ, എല്ലാം ഫുൾ ഓപ്ഷൻ. ഏറ്റവും ഫുള്ള് അടിപൊളി. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ധൈര്യത്തോടെ എടുക്കാം. പെട്രോളിന് കംപ്ലൈന്റ് കുറവില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 13 മോഡൽ ഇയോണ്, ഡിലേറ്റ് പ്ലസ് വരുന്നത്. AC പവർ സ്റ്റാറിംഗ് മാത്രമേ വരുള്ളൂ. വിലയോ? ഇത് നമുക്ക് 1.30 കൊടുക്കാം. 1.30. പിന്നെ കിലോമീറ്റർ ഒന്നും പറയണ്ട അല്ലേ? അല്ല, ഇസ്രി കിട്ടൂലല്ലോ. നമുക്ക് ഒരിക്കലും ജെനുവിനിറ്റി പറയാൻ പറ്റില്ല. വണ്ടി കണ്ടീഷനാണ്. അത്രേ ഉള്ളൂ. ഇത് എത്ര വില പറഞ്ഞാൽ? 1.30 അല്ലേ? ഇതാണെങ്കിലോ? ഇത് 2015 സിംഗിൾ ഓണർ വണ്ടി. 15 സിംഗിൾ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ കേസ് ഉണ്ട്. ഇത് നമ്മളെ സ്വിഫ്റ്റ് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാം അല്ലേ? അതെ. സംഭവം ഈ ഡാൻസർ ആയതുകൊണ്ട് വിലയില്ലാണ്ടായി പോയത്. അതാ കമ്പ്യൂട്ടർ വണ്ടിയാ. വണ്ടി കണ്ടീഷൻ ഫുള്ളാ. ഇത് ഗ്യാരണ്ടി കൊടുക്കാൻ നമുക്ക് ബോഡി ചെക്കപ്പ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ ഓടിയതോ?
ഓടിയത് 73,000 കിലോമീറ്റർ. ഓടിയുള്ളൂ അല്ലേ? അതെ, കറക്റ്റ് സിംഗിൾ ഓണർ ആണ്. 1.2 ആണ്, നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ്, എങ്ങനെ ചെക്ക് ചെയ്തെടുക്കാം. അതെ അതെ, നമ്മൾ ഗ്യാരണ്ടി പറയും. ഡാറ്റ്സൺ ആയതുകൊണ്ട് വിലയില്ലാണ്ട്. അതുകൊണ്ടല്ല ഇപ്പൊ 4 ലക്ഷം 5 ലക്ഷത്തിന്റെ വണ്ടിയായില്ലേ. അതെ അതെ, ഇപ്പൊ നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 1.80 കൊടുക്കാം. 1.80. 2015 സിംഗിൾ ഓണർ വണ്ടി. 15 സിംഗിൾ ഓണർ കിട്ടും കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി പറയും, ഫുൾ ഓൺ ഉറപ്പാ. ഇത് 2018 ഡാറ്റ്സൺ 18 ഗോ. അതായത് 15 ആണല്ലോ കുറച്ചുകൂടി വൃത്തി. 15 ഇത് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് മാറണം. ഇത് 18 ആണ്. അപ്പൊ അതിന്റെ വിലക്ക് ഇത് കൊടുക്കാൻ പറ്റും. 20 കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിണ്ടാവോ? ഇല്ല, 76 72 സിംഗിൾ ഓണർ. അതും എന്താ വില? ഇത് നമുക്ക് വില കുറച്ച് കൊടുക്കാം. 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. 15 18 ഒരേ വിലക്ക കൊടുക്കാം. അതിന്റെ ഹെഡ്ലൈറ്റ് മാറിയാൽ തന്നെ വണ്ടി വേറെ ഒരു പാടില്ല, നല്ല ഫുള്ളാ. മേജർ ഒന്നുമില്ല, തട്ടുമുട്ടുള്ള ഗ്യാരണ്ടി അല്ലേ. ഗ്യാരണ്ടി ആണ്. ഇത് ടച്ച് ചെയ്ത് ടച്ച് കയറ്റ വണ്ടിയാണ് മാറ്റം. അടിപൊളി. ഇനി ഇതാണെങ്കിലോ കിഡ്? ഇത് കിഡ് 2015 മെയിൻ ക്ലാസ് ബോണ്ടും പോയിട്ട് ചെറിയൊരു ആക്സിഡന്റ് ആണ്. അപ്രോണും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പുറം പോയിട്ടില്ല, ഗ്യാരണ്ടി പറയാ. ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. 2015 മൂന്നാമത്തെ ഓണറാണ്. മാക്സിമം വില പറയില്ലേ? അതിനനുസരിച്ച് വില പറയും. അല്ലെങ്കിൽ രണ്ടു മാർക്കറ്റിലെ വണ്ടിയാണ്. നമുക്ക് 1.40 കൊടുക്കാം. 1.40. അപ്പുറം പോയിട്ടുള്ള ഗ്യാരണ്ടിയാണ്. ഫുൾ ടയറും കാറും സീറ്റും എല്ലാം മെയിൻ ക്ലാസ് ബോണ്ടെ അതിനെന്തായാലും ഉണ്ടാവും, ഒരു കുത്തിലുണ്ടാവും കൂട്ടാ. 1.40 കൊടുക്കാം. എവിടുന്നും കിട്ടില്ല. അതെ അതെ, അത് ഒരിക്കലും കിട്ടൂല. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പൊ നിലവിൽ അലൈൻമെന്റോ കാര്യങ്ങളോ ഒന്നും വിഷയമില്ല? ഇല്ല, ഒക്കെ ചെയ്ത് കാണട്ടെ. ഓടിക്കാനും കാര്യമല്ലോ, AC പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ആണ്. കിലോമീറ്റർ 1.20 ഒരു കുഴപ്പമില്ല. പെട്രോൾ വണ്ടിയാണ്. ഒക്കെ പറഞ്ഞു കൊടുക്കുക. വേറെ കേസ് കൂടി പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ഒരു 1.5 മേലെ ലോണും കിട്ടും. പിന്നെ കിട്ടുവേ. 15 വണ്ടിയല്ലേ? മാർക്കറ്റിൽ വണ്ടിയില്ലേ? പവർ വിൻഡോ ഉണ്ട്, പവർ വിൻഡോ ഒക്കെ വരും കേട്ടോ. ഇത് നിങ്ങൾ മിസ് ചെയ്യാണ്ട്. ഇത് ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. ചെറിയ പൈസക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ? ഇത് 2009 മോഡൽ A സ്റ്റാർ 9 അല്ലേ? 9 ഓടിയതോ? ഓട്ടം 80 സംതിങ് ഉണ്ട്. 80 സംതിങ് ഉണ്ട്. പുതിയ പേപ്പർ എടുത്താണ്. ടെസ്റ്റ് ചെയ്യാം. VX അല്ല, LXI AC പവർ സ്റ്റാറിംഗ്. ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 1.10 കൊടുക്കാം. പുതിയ ടെസ്റ്റ് എല്ലാം എടുത്താണ്. 29 പേപ്പർ. നിങ്ങളെ വാട്സാപ്പിൽ കാറ്റലോഗ് ഉണ്ടോ? കാറ്റലോഗ് ഉണ്ട്. എല്ലാ വണ്ടിയും ഡിസൈൻ. ഞാനിത് വേഗം ഒന്ന് കാണിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് മാത്രം പറഞ്ഞു തരുന്നത്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ. നിങ്ങൾക്ക് വേണ്ട കോൺടാക്റ്റും ചെയ്യണ്ട, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വെച്ചേക്കാം. അതിൽ കയറി നിങ്ങൾക്ക് എല്ലാ വണ്ടിൻ്റെ ഇന്റീരിയർ അടക്കം കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഈക്കോ 2010 മോഡൽ. 10 ആണല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. 10 സെക്കൻഡ് ഓണർ ആണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. AC വർക്കിംഗ്. അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ. നല്ല വണ്ടി. സെക്കൻഡ് ഓണറാണ്. 10 വണ്ടി എന്താ വില? ഇത് നമുക്ക് 1.25 പുതിയ ഇൻഷുറൻസ് അടിച്ചു. 25 പേപ്പർ ഇല്ലേ? 25 10 മാസം. അപ്പോൾ സമയമുണ്ടല്ലോ. സമയമുണ്ട്, 10 വർഷം ടൈം ഉണ്ടല്ലോ. വില എത്ര? 1.25. അതിൽ പുതിയ ഇത് അടിച്ചെടുക്കാം. AC വർക്കിംഗ് ആണ്. AC ഉള്ള വണ്ടി. 5 സീറ്റർ. വേറെ കേസ് ഉണ്ട്. ഇതൊക്കെ എടുത്താൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ടോ? തട്ടുമുട്ടിലുള്ള ഗ്യാരണ്ടി പറയുന്നുണ്ട് നമ്മൾ. അല്ല, കച്ചവടം പരിപാടിക്കൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് ആണ്. ചെറിയ പൈസയേ ഉള്ളൂ. വൃത്തിയായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഉണ്ടല്ലോ. സ്വിഫ്റ്റ് 2009 VDI. 9 VDI അല്ലേ? പുതിയ ടെസ്റ്റ് കഴിഞ്ഞാണ്. ഓക്കെ, 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷം പേപ്പർ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി. അത്യാവശ്യം വൃത്തിയുണ്ട്. ബാക്കി എഞ്ചിൻ പരമായിട്ടുള്ള സംഗതി ചെക്ക് ചെയ്തോളൂ. ഒരു 1.5 ഓടിയിട്ടുണ്ടാവും. 1.36 കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മേലെ എന്തായാലും ഓടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമുക്ക് എന്താ പ്രൈസ്? ഇത് നമുക്ക് 1.90 കൊടുക്കാം. 1.90 VDI ആണ്. VDI അല്ലേ? ഡീസൽ വണ്ടി. റീപ്ലേസ് മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതായത് പിന്നെ അപ്രോണോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്രോണും ഇല്ല, മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല. ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ല. ഇല്ല, അതൊക്കെ ഗ്യാരണ്ടി വർക്കാം. ഇവിടെ മഞ്ചേരി അഡ്രസ് വണ്ടി തന്നെയാണ്. മഞ്ചേരി അഡ്രസ് വണ്ടി തന്നെയാണ്. അതെ അതെ അതെ. പക്ഷെ നിങ്ങൾക്ക് എവിടെ കിട്ടും ഇത്രയും മഞ്ചേരി അഡ്രസ് ഇത്രയും ചെറിയ പൈസക്ക്? ഇവിടുത്തെ ഷോറൂമിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികളാണ് അതൊക്കെ. അതെ അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2013 മോഡൽ. 13. പക്ഷെ നല്ല വൃത്തിയുണ്ട് അല്ലേ വണ്ടി? വണ്ടി വൃത്തി കാണാക്കുണ്ട്. അതായത് ഈ ഇത് മാറ്റിയിട്ടുണ്ട്. ചെറിയ ഫ്രണ്ട് പമ്പറും ഇതും മാറ്റിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. അപ്പുറം നമുക്ക് ഒന്നും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ല. ഒരു പീസ് മൊത്തം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ അല്ല, അത് സെക്കൻഡ് വാങ്ങിച്ചാൽ പമ്പർ അല്ല ഞാൻ പറയുന്നത്. ഓൾറെഡി ഒരു തട്ട് വന്നു. ചെറിയ ഫ്രണ്ടിലെ മൊത്തം സാധനവും മാറിയിട്ടുണ്ട്. അതെ, മെയിൻ ക്ലാസും ബോണ്ടും മാറിയിട്ടുണ്ട്. അപ്രോണിൽ പ്രശ്നമില്ല. അപ്രോണും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. VXI LXI? ഇത് LXI അല്ലേ? 13 മോഡൽ. 13 മോഡൽ. ഓടിയത് 1.90 1.80 അടുത്തായിട്ടുണ്ട്. ഓടിയിട്ടുണ്ട്. അത് നമ്മൾ ഉറപ്പ് പറയണ്ട. അത് ഉറപ്പ് പറയണ്ട. വണ്ടിയുടെ ക്വാളിറ്റി അതിന്റെ വിലക്ക് കൊടുക്കാം. എന്താ വില? ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2.10 കൊടുക്കാം. 13 മോഡൽ അല്ലേ? 13 മോഡൽ. എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് കൊടുക്കും. 2.10 കുറച്ച് കൊടുക്കാം. 40 മാർക്കറ്റ് ഉണ്ടല്ലോ. അത് റീപ്ലേസ് ഇല്ലെങ്കിൽ. അതെ. അപ്പൊ മെയിൻ ക്ലാസ് ബോണ്ട് പോയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അതൊക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2009 മോഡൽ. 9 ആണ്. VXI അല്ലേ? അലവിൽ വരുന്നുണ്ട്. 4 ഡോർ വിൻഡോ വരും. പുതിയ പേപ്പർ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞാണ് അല്ലേ? ഈ അലവിലൊക്കെ അന്ന് കമ്പനി വന്ന അത് കമ്പനി അലവിലാ. മേജർ പ്രശ്നങ്ങളൊന്നും മേജർ മെയിൻ ക്ലാസ് കാര്യമൊന്നും മാറിയിട്ടില്ല. അപ്പോൾ 9 5 വർഷം പേപ്പറോട് കൂടി 5 വർഷം പേപ്പറോട് കൂടി കൊടുക്കാം. ഇത് നമുക്ക് 1.15 കൊടുക്കാം. 1.15 VXI. അത് എന്താ പറയാ? 1.20 മാർക്കറ്റിൽ തന്നെയാണ്. മാർക്കറ്റ് റേറ്റ് നമുക്ക് കമ്മിയായി കൊടുക്കുന്നുണ്ട്. പുതിയ പേപ്പറിലാണ്. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും
ഇപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ ഇത്രയും വണ്ടികൾ ഇവിടെ 25 വണ്ടിയാണ് ഇപ്പോൾ കറക്റ്റ് ഉള്ളത്. ആ 25 വണ്ടി ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ലാസ്റ്റത്തെ 2 വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? ഇത് കൊടുക്കാം. ഇതേതാ മോഡൽ? ഇത് 2007 മോഡൽ VXI എസ്റ്റിലോ അല്ലേ? 27 പേപ്പർ. പിന്നെ ഓടിയതൊക്കെയോ? ഓടിയത് 1-ന്റെ മുകളിൽ 110 120 അടുത്തുണ്ട് ഓടിയുണ്ട് അല്ലേ? പിന്നെ വീണ്ടും പറയുന്നു ചെക്ക് ചെയ്തിട്ട് എടുക്കുക അല്ലേ? ഒന്നും മാറിയിട്ടില്ല, ബോണ്ട് മാറിയിട്ടില്ല, മെയിൻ ഗ്ലാസ് ഒന്നും സാധനം ഒന്നും മാറിയിട്ടൊന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇത് നമുക്ക് പ്രൈസോ? VXI വണ്ടി നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപ അല്ലേ? മോഡൽ 7 അല്ലേ? 2007 മോഡൽ VXI. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു 26 വരെ പേപ്പർ ഉണ്ടാവും, 27 വരെ പേപ്പർ ഉണ്ടാവും. അതെ അതെ അതെ, നോക്കിക്കോട്ടെ, അതൊക്കെ നിങ്ങൾക്ക് വളരെ റീപ്ലേസ് ഇല്ല, റീപ്ലേസ് ഇല്ല ഗ്യാരണ്ടി. പിന്നെ വേറൊരു കേസുണ്ട്, മറ്റേ നമ്മുടെ വാഗണറിന്റെ എഞ്ചിൻ വരുന്ന കേസ്, 1000cc എഞ്ചിനാണ്, പവർ ഉണ്ടാവും. പിന്നെ ആ ഒരു ലുക്ക് ഇങ്ങനെയാണേ ഉള്ളൂ. സെൻഡസ്റ്റിലോ. അതെ, ലാസ്റ്റ് വണ്ടി കാണിച്ചാലോ? ഇത് നമുക്ക് 1800 2004 മോഡല് കാർബേറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഓ, കാർബേറ്റർ അല്ലേ? 29 പേപ്പർ എടുത്താണ്. കംപ്ലൈൻസ് ഒക്കെയോ? കംപ്ലൈന്റ് ഉണ്ടോ? വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ചെറിയ കാശിന്റെ വണ്ടിയല്ലേ. അതെ അതെ, 2029 ടെസ്റ്റ് എടുത്ത വണ്ടിയാണ്. എടുത്താണ് അല്ലേ? പിന്നെ കാർബേറ്റർ ആകുമ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ്ങിന്റെ പ്രശ്നമാണ്. അതാണ് മെയിൻ ആയിട്ട് വരിക കാർബേറ്റർ എഞ്ചിന്. അതാണ് MPFI ചാടുന്നത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ തന്നെ MPFI 2007 ഉണ്ട്, നമ്മൾ 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ എന്ത് കൊടുക്കും? ഇത് നമുക്ക് 40 രൂപ കൊടുക്കാം. 40 രൂപ കൊടുക്കാം. 2029 വരെ പേപ്പർ ഉണ്ട് അല്ലേ? 2004 മോഡൽ. ഓക്കെ, പിന്നെ വേറൊരു കേസ് ഉണ്ട്. ഈ കാർബേറ്റർ ആകുമ്പോൾ വേറെയും കുറച്ച് ഉപകാരങ്ങൾ അതിലുണ്ട്. MPFIന്റെ പോലെ പണി വരില്ല. ചെറിയൊരു മിസ്സിങ് കുത്തി വരും, അത്ര. അതെ അതെ, അത് നിങ്ങൾ നോക്കിയിട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. അത് കാണിക്കണം നമുക്ക്. ചുമ്മാ ആർക്കെങ്കിലും വേണം, നോക്കിക്കോട്ടെ. ഇതിപ്പോ ഏതാ സാധനം? ഇത് മാക്സിമം പാസഞ്ചർ ആണ്, അതായത് മഹീന്ദ്ര അല്ലേ? മഹീന്ദ്ര ചെറിയ സെയിൽസിന്റെ ആൾക്കാർക്ക് ആണെങ്കിൽ ഉസാറാണ്. അതെ അതെ, 2011 മോഡൽ ഡീസൽ വണ്ടി. 11 ഡീസൽ. 10-20 കിലോമീറ്റർ മേലെ മൈലേജ് 20 മുകളിൽ കിട്ടും. പിന്നെ നല്ല സ്പേസ് അല്ലേ? മാക്സിമം മറ്റേ ഗുഡ്സ് വരുന്നുണ്ട്, ഇതിന്റെ പാസഞ്ചർ ആണ്. പാസഞ്ചർ ഇതിപ്പോ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം? ഇത് നമുക്ക് 95,000 രൂപ കൊടുക്കാം. 11 മോഡൽ. ഈ പക്കയാണോ എഞ്ചിനൊക്കെ? എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കയാണ്. പണ്ട് കാലത്ത് വണ്ടി വൃത്തി ബോർഡ് വരുമ്പോൾ കാര്യമൊന്നുമില്ല. 26 വരെ റിന്യൂവലും വരുന്ന വണ്ടിയല്ലേ. അതെ അതെ അതെ, അപ്പൊ എന്തായാലും ഇതൊക്കെ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഇതിപ്പോ ഒരു 10-15 ദിവസം കൊണ്ട് തീരും. പോകും, ചെറിയ വണ്ടികളാവുകൊണ്ട് പ്രതീക്ഷ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഉണ്ടോ? വണ്ടി പോകുമ്പോൾ കയറും. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, കാറ്റലോഗിൽ നമ്മൾ കാറ്റലോഗിൽ ഉണ്ടോ, വണ്ടിയിൽ പോയത് കയ്യിൽ നിന്ന് പോകും, വന്നു കഴിഞ്ഞാലുണ്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കയറി നോക്കിക്കോളാം. നല്ല അടിപൊളി വണ്ടികൾ വേണ്ടത് എടുത്തോളൂ അല്ലേ? അപ്പോൾ നമ്മുടെ പാണ്ടിക്കാട് സ്ഥിതി ചെയ്ത മലപ്പുറം ജില്ലയിൽ മഞ്ചേരി പാണ്ടിക്കാട് അല്ലേ? നമ്മുടെ ദിലൂസ് മോട്ടോഴ്സിലെ ചെറുവണ്ടികളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ചെറുവണ്ടികൾ മാത്രമേ ഉള്ളൂ, വലിയ വണ്ടി ഒന്നുമില്ല, ചെറുവണ്ടികളുള്ളൂ. പിന്നെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്യാരണ്ടി വാറണ്ടി ഒന്നും പ്രതീക്ഷിക്കരുത്. വരിക, ചെക്ക് ചെയ്യുക, എടുത്തോളൂ. ചെക്ക് ചെയ്യുക, ചെറുവണ്ടികളാകുമ്പോൾ ചെക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. പിന്നെ മാക്സിമം വില കുറച്ച് തരും നമ്മുടെ ആൾക്കാർക്കൊക്കെ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി, റോഡ് മാസ്റ്ററിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. കാരണം ചെറിയ പൈസക്കൊക്കെ വണ്ടി നോക്കുന്ന ഒരുപാട് ആൾക്കാരല്ലേ? അതെ അതെ. അപ്പോൾ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗ് ഉണ്ട്. വണ്ടീൻ്റെ ഒന്ന് ഇന്റീരിയർ കാണിക്കാത്തത് വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് വലിച്ചു കിട്ടുന്ന കാര്യമില്ല, ചെറിയ വണ്ടികളാണ്, ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കിടലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും